Yes, good evening. Okay, Alpha KJ. Good evening, sir. Okay, good evening. Okay, let us start. ആരംഭിച്ചാലോ? ഇതാരൊന്നും മിണ്ടാതെ? Okay, sir. Okay, very good. Okay. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ നോക്കുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോ നോട്ട്ബുക്ക് എടുക്കുക. ഞാൻ ഒന്നിന്റെ കാര്യങ്ങൾ പറയാം, അതൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ഹെഡിങ് എഴുതിക്കോ. എക്സാമിനേഷൻ സ്പെഷ്യൽ. EXAMINATION എക്സാമിനേഷൻ സ്പെഷ്യൽ. SPECIAL. ഓക്കെ, എക്സാമിനേഷൻ സ്പെഷ്യൽ ഹെഡിങ് എഴുതി. ഓക്കെ, ആൻസി, ആർ യു റെഡി? Yes, sir. ഓക്കെ എഴുതിക്കൊള്ളണ്ട, ഇത് കൂടെ ചെയ്യും. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതുക. റോമൻ ലെറ്റർ 1. Good evening, sir. ഓക്കെ നസീമ, റോമൻ ലെറ്റർ എന്തോ
ഞങ്ങൾ അവിടെ എറണാകുളം പിന്നെ പറവൂരെത്തിയിട്ട് സാറ് വന്നില്ല. സാറ് അത് എന്നോട് ടീച്ചർ പറഞ്ഞനുസരിച്ച് പറഞ്ഞനുസരിച്ച് ഉച്ച കഴിയുമ്പോൾ നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ആ സമയത്ത് എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ല. ക്ലാസ് ആയിരുന്നു. 4 മണിയൊക്കെ ആയിട്ടല്ലേ വന്നത്. അത് ഞാൻ അറിയില്ലല്ലോ. ഞാൻ അത് അറിഞ്ഞത് കുറച്ച് വൈകിയാണ്. യെസ്, ഉച്ച കഴിയുമ്പോൾ ഊണ് കഴിയുമ്പോൾ നിങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതനുസരിച്ച് മറ്റു ക്ലാസ്സുകളെ അറേഞ്ച് ചെയ്തു. പിന്നെ അത് മാറ്റാൻ പറ്റിയില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ ഓക്കെ, വി വിൽ മീറ്റ്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. യെസ്, അപ്പോ ഇനി ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങളത് ചെയ്യണം, ഓർമ്മയുണ്ടാവണം, മറക്കരുത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഓക്കെ, ചോദ്യം എഴുതിക്കോ. യൂസ് യൂസ് phrasal, phrasal, phrasal verb, verb, verb for the underlined UNDER LINED, underlined words, WORDS, words. ഞാൻ പറയാം, യൂസ് ദ ഫ്രേസൽ വെർബ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്സ്. ഇത് റോമൻ ലെറ്ററിലുള്ള ചോദ്യമാണ്, ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ആ ചോദ്യത്തിന്റെ അടിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, സാധാരണ 1. ഓക്കെ, എഴുതിക്കോ. ദി ചീഫ് മിനിസ്റ്റർ, CHIEF, ചീഫ് മിനിസ്റ്റർ, MINISTER, മിനിസ്റ്റർ, visited, VISITED, visited the prime minister, okay. ഞാൻ ഒന്നും കൂടി ചോദ്യം വായിക്കാം. The chief minister visited the prime minister. എന്നിട്ട് അടിയിൽ A called on, CALLED, called on, comma, B, ആൻസർ കൊടുക്കണം, B called at, comma, C, മൂന്നാമത്തേത് called, CALLED, called into. ഓക്കെ, 3 ആൻസറും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി പറയട്ടെ, നോക്കി. The chief minister visited, വിസിറ്റിന്റെ അടിയിൽ ഒന്ന് വരക്ക്, visited എന്നുള്ളതിന്റെ അടിയിൽ വരക്ക്. The chief minister visited the prime minister. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ വിസിറ്റഡ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അതേ അർത്ഥമുള്ള ഒരു ഫ്രേസൽ വെർബ് അവിടെ ഉപയോഗിക്കണം. കോൾഡ് ഓൺ ഉണ്ട്, കോൾഡ് അറ്റ് ഉണ്ട്, കോൾഡ് ഇറ്റ് ഉണ്ട്. ആൽഫ, വിച്ച് ഈസ് ദ കറക്റ്റ് വൺ, പറയാമോ? ആൽഫ ഏതാണെന്ന് പറയാമോ? ലസീല പറയാമോ? കറക്റ്റ് ആയിട്ട് അറിയില്ല സർ. കോൾഡ് ഓൺ ആണോ? ഓക്കെ ഓക്കെ, കോൾഡ് അറ്റ് അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൽഫ, അതൊരു സ്ഥലത്തെയാണ്. ഇവിടെ സന്ദർശിച്ചേക്കുന്നത് ആരാണ്? ഒരു വ്യക്തിയാണ്. അപ്പൊ കോൾഡ് ഓൺ, ആൻസർ, കറക്റ്റ് ആൻസർ കോൾഡ് ഓൺ. ടിക്ക്. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നതിന്റെ ഒരു മോഡൽ പറഞ്ഞതാണ്. ഓക്കെ, കോൾഡ് ഓൺ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2, റോമൻ ലെറ്റർ അല്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. We will continue, CONTINUE, continue our relationship, RELATIONSHIP. We will continue our relationship. അതിന്റെ അടിയിൽ ABC എന്ന് പറയുന്ന 3 ആൻസർ ഇരിക്കും. A carry on, CARRY, carry on, oil, comma, B carry for, CARRY FOR, for, carry for. C carry in, CARRY, carry in, in. Okay, I will repeat the question. We will
കണ്ടിന്യൂ, ആ കണ്ടിന്യൂ എന്നുള്ളതിന്റെ അടിയിൽ വരച്ചു. കണ്ടിന്യൂവിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. ചോദ്യം നമുക്ക് ഏറ്റവും ആദ്യം തന്നിട്ടുണ്ട് കേട്ടോ. അതായത് യൂസ് ദ ഫ്രേസൽ വെർബ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്സ്. അടിയിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾക്ക് പകരമുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കുക എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിന്റെ അടിയിൽ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. വി വിൽ കണ്ടിന്യൂ, കണ്ടിന്യൂവിന്റെ അടിയിൽ വരക്കുക അവർ റിലേഷൻഷിപ്പ്. ക്യാരി ഓൺ ഉണ്ട്, ക്യാരി ഫോർ ഉണ്ട്, ക്യാരി ഇൻ ഉണ്ട്. നിസിയ പറയാമോ ഏതാണെന്ന്? സാർ ഞാൻ പറയട്ടെ. യെസ്, പറഞ്ഞോളൂ ദീപ്തി. ക്യാരി ഓൺ. വെരി ഗുഡ്, ക്യാരി ഓൺ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ടിക്ക് ചെയ്തിട്ട് ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ വിൽ നോട്ട് not reduce, reduce, reduce your salary, SALARY, salary. അടിയിൽ 3 ആൻസർ എഴുതിക്കോ. A, cut down, DOWA, cut down. B, cut up, CUT, cut up. അടുത്തത് C, cut in, cut in. I will repeat the question. I will not reduce. ആ റെഡ്യൂസിന്റെ അടിയിൽ വരയ്ക്കുക, റെഡ്യൂസിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യും. I will not reduce your salary. 3 ആൻസർ കൊടുത്തിട്ടുണ്ട്. കട്ട് ഡൗൺ, കട്ട് അപ്പ്, കട്ട് ഇൻ. ഹരീഫ പറയാമോ ഏതാണ് കറക്റ്റ് ആൻസർ? ഹരീഫ ആർക്കെങ്കിലും പറയാമോ? കട്ട് ഡൗൺ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ഹരീഫ, വെരി ഗുഡ് ദീപ്തി, വെരി ഗുഡ്. കട്ട് ഡൗൺ, ടിക്ക് ചെയ്തോളൂ, ടിക്ക് ചെയ്തോളൂ. അടുത്തത് ഷീ. നാലാമത്തെ ചോദ്യം. ഡിസൈഡഡ്, DECIDED, decided to stop, STOP, stop walking, WALKING, walking in the morning, walking in the morning. അടിയിൽ 3 ആൻസർ എഴുതിക്കോ. A, give for, give, GAV, give for, FOR. Next answer. B, give on, give on. C, give up, give up. Okay, I will repeat the question. She decided to stop. ആ സ്റ്റോപ്പിന്റെ അടിയിൽ വരയ്ക്കുക, സ്റ്റോപ്പിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യും. Stop walking in the morning. Okay, ജസ്ന പറയാമോ കറക്റ്റ് ആൻസർ ഏതാണെന്ന്? ജസ്ന പറയാമോ ഇതിനകത്ത് കറക്റ്റ് ആൻസർ? സ്റ്റോപ്പിന്റെ അതേ അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്ന് പറയാമോ? ഓക്കെ, ആർക്ക് വേണമെങ്കിലും പറയാം. ഓക്കെ, ഗീവ് അപ്പ്. ഓക്കെ നസീര, വെരി ഗുഡ്. ഓക്കെ, ഗീവ് അപ്പ്, ഗീവ് അപ്പ് അണ്ടർലൈൻ ചെയ്തോളൂ, അല്ല ടിക്ക് ഇട്ടോളൂ, ഗീവ് അപ്പ്. അടുത്തത് 5ാമത്തെ ചോദ്യം. ഗാന്ധിജി died, DIED, died on 13th, 30 എന്നിട്ടിട്ട് ഒരു TH എന്നുണ്ട്. 13th January, J capital letter, January 1948, 1948. ഫുൾ സ്റ്റോപ്പ്. അടിയില് 3 ആൻസർ എഴുതിക്കോളൂ. A, passed away, PASSED, passed away, AWAY, passed away. B, passed by, BY, passed by, passed by. 3, C, passed
above. ABOVE. Passed above. പാസ്ഡ് എവേ. ഓക്കെ, നിസിയ പറഞ്ഞു, ജസ്ന പറഞ്ഞു, മനീജ പറഞ്ഞു, കറക്റ്റ് ആണ്. പാസ്ഡ് എവേ. അതിന്റെ ഇടയിൽ അതൊന്ന് ടിക്ക് ചെയ്തിട്ടോളൂ. ഓക്കെ, അടുത്ത ചോദ്യം. She wore, W-O-R-E, wore a new saree. സാർ ഒരു രശ്മിനി പറയൂ. ഓക്കെ, ഷീ കിട്ടാത്തത് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഷീ wore, W-O-R-E, wore a new saree, N-E-W, new saree for the party, P-A-R-T-Y, party, full stop. അതിന്റെ ഇടയിൽ A, മൂന്ന് ആൻസർ എഴുതിക്കോ. A, put on, B, put in, C, put up. Put on. ദീപ്തി, ഹരി പറയാമോ? പുട്ട് ഓൺ. ഓക്കെ, Put on. വെരി ഗുഡ്. അപ്പൊ ദീപ്തി, ഹരി പറഞ്ഞു, നിസിയ പറഞ്ഞു, ഹരീഫ പറഞ്ഞു, നസീമ പറഞ്ഞു. ഓക്കെ. ഞാൻ വിചാരിച്ച പുതിയൊരു വാക്കാണ്, തുമ്മിയതാണല്ലേ. വെരി ഗുഡ്. പുട്ട് ഓൺ. വെരി ഗുഡ്. അത് ടിക്ക് ചെയ്തിട്ടേ കേട്ടോ. അടുത്തത്, he decided, D-E-C-I-D-E-D, decided to finish, F-I-N-I-S-H, finish the project, P-R-O-J-E-C-T, project in a month, M-O-N-T-H, in a month. അടിയില് മൂന്ന് ആൻസർ എഴുതിക്കോളൂ. A, wind in, W-I-N-D, wind in. B, wind down, W-I-N-D-D-O-W-N. രണ്ടാമത്തെ B ആൻസർ wind down. C, wind up, W-I-N-D, wind up. ഓക്കെ, ജസ്റ്റ് വെരി ഗുഡ്. നേരത്തെ ഒന്ന് ചോദിച്ചപ്പോൾ പറയാതിരുന്ന എന്റെ ക്ഷീണം മാറ്റിയതാണ് ജസ്റ്റ് അല്ലേ. വെരി ഗുഡ് ജസ്റ്റ്. വൈൻഡ് അപ്പ്. ഓക്കെ, വൈൻഡ് അപ്പ് ടിക്ക് ചെയ്തോളൂ. അടുത്തത്, മേരി റിസംബിൾസ്, RESEMBLES, റിസംബിൾസ്. നേരത്തെ ഹി ഡിസൈഡ് ടു ഫിനിഷിന്റെ അടിയിൽ വരക്കണം കേട്ടോ. നേരത്തെ എഴുതിയല്ലേ, ഫിനിഷിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണേ. ഞാൻ പറയാൻ വിട്ടുപോയോ എന്നൊരു ഡൗട്ട്. ഓക്കെ, അടുത്തത്, മേരി റിസംബിൾസ്, RESEMBLES, റിസംബിൾസ് her mother. അതിന്റെ അടിയിൽ മൂന്ന് ആൻസർ എഴുതിക്കോളൂ. A, takes after, TAKES, takes after, 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 takes after. B, takes before, TAKES, takes before. C, takes on. എന്നിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. മേരി റിസംബിൾസ് ഹെർ മദർ, റിസംബിൾസിന്റെ അടിയിൽ വരയ്ക്കും. യെസ്. എന്നിട്ട് ഈ മൂന്ന് ആൻസറിൽ നിന്ന് ഒരു ആൻസർ കണ്ടു. നസീമ പറയാമോ? യെസ്. മനീജ പറയാമോ?
ഓക്കെ, ക്വസ്റ്റ്യൻ പാസസ് ആർക്ക് വേണമെങ്കിലും പറയാം. Sir takes after. വെരി ഗുഡ്, വെരി Takes ഗുഡ്. after. ഓക്കെ Takes ഓക്കെ after. ഓക്കെ ആൻസി, വെരി ഗുഡ് ദീപ്തി, വെരി ഗുഡ് ആൻസി, വെരി ഗുഡ്. ടേക്സ് Takes after എന്ന് ഉദ്ദേശിക്കുന്ന ഈ രൂപസാദൃശ്യം ഉണ്ടാവുക അതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, രൂപസാദൃശ്യം. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ഫ്രേസിൽ പറഞ്ഞു പഠിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ 8 എണ്ണം കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ റോമൻ ലെറ്റർ എഴുതുക കേട്ടോ. റോമൻ ലെറ്റർ 2 ആയിട്ട് വരും. നേരത്തെ നമ്മൾ 1 എഴുതിയതാണ്, റോമൻ ലെറ്റർ 2 രണ്ടൊന്നിടാം. ചോദ്യം ഇതാണ്, fill in the blanks, fill in the blanks using correct, correct, correct prepositions, pre, po, si, ti, ons, prepositions. ചോദ്യം പിടികിട്ടി കാണുമെന്നല്ലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുറച്ച് ബ്ലാങ്കുകൾ കാണും. ആ ബ്ലാങ്കുകൾ കറക്റ്റ് പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്യും. ഓക്കെ, ഇതായിരിക്കും ചോദ്യം വരിക. ആ ചോദ്യം രണ്ടാമത്തെ മെയിൻ ചോദ്യത്തിന്റെ അടിയിലുള്ള ഒന്നാമത്തെ ചോദ്യം, നമ്പർ 1. ഓക്കെ, പറയട്ടെ. വിമല goes, GOES, goes dash school, SCHOOL, school every morning, MORNING, every morning. Full stop. ഇതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോളൂ. 2 TO 2 എ എന്നുള്ളത് ആദ്യത്തെ എ 2, ബി എന്നുള്ളത് ഓൺ ഓയിൽ, ഓൺ. സി എന്നുള്ളത് 4, FOR, 4. യെസ്. ഇനി ആരാണ്? നിസിയ, പൂരിപ്പിക്കാമോ? നിസിയ ഇല്ല എന്ന് തോന്നുന്നു. ഹരീഫ 2. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനൊരു കാര്യം പറയുന്നു, ഇനി അങ്ങോട്ടുള്ള എന്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മിസ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ടീച്ചറിന്റെ ഫ്രീ വല്ല പീരീഡും കൂടി ഞാൻ വരും. ഓക്കെ, യെസ്. അപ്പോൾ ഇനി ഒരു 3 ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ 2 ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആണ് ഖലീഫ. രണ്ടാമത്തെ ചോദ്യം, കിങ് ലിയർ, കെ ക്യാപിറ്റൽ ലെറ്റർ, എൽ ക്യാപിറ്റൽ, അത് പുസ്തകത്തിന്റെ പേരാണ്. KING, കിങ് ലിയർ, എൽ ക്യാപിറ്റൽ, LEIR, ലിയർ, was written, WRITTEN, written dash Shakespeare, S capital, SHAKESPEARE, full stop. എന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോ. A by, BY, B in, 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 C 2, TO 2. Manager, By. ഓക്കെ. ദീപ്തി പറഞ്ഞു, അതുപോലെ നാൻസി പറഞ്ഞു, കറക്റ്റ് ആണ്, ബൈ ആണ്. ഓക്കെ, കിങ് ലിയർ വാസ് റിട്ടൺ ബൈ ഷേക്സ്പിയർ. ബൈ ടിക്ക് ചെയ്തോ. അത് നല്ല ഇതാണ് സാറ്. എന്തോ വായിച്ചിട്ടുണ്ട്, നല്ലൊരു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. Can you complete the work? Can you complete the work? Complete the work dash 1 week.
ONE, 1. Week, WEEK, week. Question mark, question mark. അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോളൂ. A, in. B, on, ON. C, for, FOR, for. Yes, Nasila. ഫോറാണോ? ജസ്റ്റ് എന്താ പറഞ്ഞ? ഫോർ ക്ലിയർ ആയില്ല. ഇന്നല്ലേ ഫോറാണ്. ഫോർ. ഇന്ന നിസിയ പറയുന്നു ഇന്ന്. നസീം എന്താ പറയണേ? ഇന്ന ഇന്ന്. ഓക്കെ. ഹരീഫ പറയുന്നു. ഓക്കെ, ആൻസിയും ഹരീഫ എല്ലാവരും പറഞ്ഞു. ജസ്റ്റ് ഫോർ എന്ന് പറയുമ്പോൾ ആണ് കേട്ടോ. അപ്പൊ അത് വരില്ല. ഇന്നാണ് കറക്റ്റ്. ഇൻ കറക്റ്റ്. ഇൻ ഈസ് കറക്റ്റ് ആൻസർ. അടുത്തത് സോറി വി ഹാവ് ബീൻ. നാലാമത്തെ ചോദ്യം. വി ഹാവ് ബീൻ ലിവിങ്, LIVING, ലിവിങ് ഹിയർ ഡാഷ് സാർ ഒന്നുകൂടി പറയുമോ? Okay. We have been living here. Dash 6 SIX 6 years, YEARS, years. Full stop ഇടാ. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയിൽ 3 ആൻസർ പറയുക. A, for, FOR. B, since, SINCE, since. C, BY, by. Okay. നസീമ പറയാമോ? 4-6 years. 4. ജസ്റ്റ് എന്താ പറഞ്ഞേ? ജസ്റ്റ് എല്ലാം പറഞ്ഞിരുന്നോ? ക്ലിയർ ആവണില്ല. അതൊന്ന് റേഞ്ച് കൊണ്ടാന്ന് നോക്കി. എന്തോ? ഹലോ, ഇപ്പൊ കേൾക്കാം. പറഞ്ഞോ. എന്താ ജസ്റ്റ് പറഞ്ഞേ? സിൻസ് അല്ല, 4 ആണ്. കാരണം എന്താന്ന് വെച്ചാല് സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കെങ്കിലും പറയാമോ? അത് കാണിക്കുന്നത് പോയിന്റ് ഓഫ് ടൈം ആണ്. അതായത് അവിടെ ആ ഫോർ 6 months 6 അല്ല 6 years അല്ലേ സാർ? സിൻസ് 97 അങ്ങനെയൊക്കെ. ഞാൻ പറയാൻ പോകുന്നു. ഓക്കെ. ആ 6 yearsലെ അതിന് പകരം അവിടെ ഒരു വർഷമാണ് വന്നിരുന്നത് വിചാരിക്കും. 1970 2010 അങ്ങനെ വന്നു കഴിഞ്ഞാല് അവിടെ സിൻസ് കാണിക്കുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. 4 കൂടെ വരുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അത് എപ്പോഴും മറക്കരുത്. സിൻസ് 4 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് അല്ലേ. ഓക്കെ. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. കാലത്തിന്റെ തികവ് എല്ലാം മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. ഓക്കെ ജസ്റ്റ്. ഓക്കെ, അടുത്തത്. ഐ വിൽ ഒരു മിനിറ്റ്. അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഐ വിൽ അല്ല. ദ ട്രെയിൻ നെക്സ്റ്റ് നമ്പർ 5 ആയിരിക്കും. ദ ട്രെയിൻ ലെഫ്റ്റ് ദ സ്റ്റേഷൻ dash time, TIME, time. Full stop. എന്റെ അടിയിലെ 3 ആൻസർ എഴുതിക്കോളൂ. A, on. B, by, by. C, FOR, for. C, for. Okay. And C, പറയാമോ? on
On. Very good. Correct ആണ്. On. Nasila correct ആണ്. Very good. On time. On ആണ്. Yes. അടുത്തത്. My father is dash New Delhi. N capital letter, D capital letter, NEW, New, DELHI, Delhi. ബ്രാക്കറ്റിൽ 3 ആൻസർ എഴുതിക്കോളൂ. അടിയിൽ A, by, 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 B, ON, on, C, in, IL. Yes. ശരണ്യ പറയാമോ എന്താണെന്ന്? സാർ ഞാൻ എഴുതിയില്ല, ഞാൻ വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. എന്തോ? ഞാൻ എഴുതിയില്ല ക്വസ്റ്റ്യൻ. ഓക്കെ. വെരി ഗുഡ്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ശ്രദ്ധിച്ചാൽ മതിയത്. ഞാൻ ഒന്നും വായിക്കാം. മൈ ഫാദർ ഈസ് ഡാഷ് ന്യൂഡൽഹി. ആർക്കുണ്ടെങ്കിലും പറയാം. ജസ്റ്റ് പറഞ്ഞു, ആൻസി പറഞ്ഞു. ഇസ് എ കറക്റ്റ് ആൻസർ. ഇൻ ആണ്. പിക്ക് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ചോദ്യമായിട്ട് വരും. വാട്ട് ആർ യു ലുക്കിംഗ്, LOOKING, ലുക്കിംഗ് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. വാട്ട് ആർ യു ലുക്കിംഗ് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അടിയിലുള്ള 3 ആൻസർ എഴുതിക്കോളൂ. ഒന്നാമത്തെ ആൻസർ A, 4, FOR, 4, A, 4, B, in, അടുത്തത് C, after, AFTER, after. ഓക്കെ, ഇതും ഞാൻ കോമൺ ആയിട്ട് വിടുന്നു. ആർക്ക് വേണമെങ്കിലും പറയാം. അപ്പോ ആൻസി പറഞ്ഞു, ജസീല പറഞ്ഞു, ജസ്ന പറഞ്ഞു, ശരണ്യ പറഞ്ഞു, സീമ പറഞ്ഞു, ഹരീഫ പറഞ്ഞു. ഓക്കെ. യുവർ ആൻസർ ഈസ് കറക്റ്റ്. 4 ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് റോമൻ ലെറ്റർ 3 റോമൻ ലെറ്റർ 3 ചോദ്യം മാറുകയാണ്. ചോദ്യം ഇതാണ്. യൂസ് റോമൻ ലെറ്റർ 3 കേട്ടോ. യൂസ് പ്രസന്റ് PRESENT, പ്രസന്റ് പാർട്ടിസിപ്പിൾ PARTICIPLE, participle of the verbs VERBs, verbs given in brackets, BRACKETS, brackets. I will repeat the question. Use the present participle of the verbs given in brackets. Okay? Yes. Okay. അപ്പോ ആ ഹെഡിങ്ങിന്റെ കീഴിൽ വരുന്ന ഒന്നാമത്തെ ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്. I have a cook, COOK, cook channel, CHANNEL, channel. ഫുൾ സ്റ്റോപ്പ് ഇടാം. എന്റെ അടിയിൽ 3 ആൻസർ എഴുതുക. A, കുക്കിംഗ്, COOKING, കുക്കിംഗ്. B, cooked, COOKED, cooked. C,
cooks. COOKS, cooks. ഇനി ഞാൻ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഐ ഹാവ് എ കുക്ക് ചാനൽ. ആ കുക്ക് എന്നുള്ളത് ബ്രാക്കറ്റിലുണ്ട്. കുക്ക് ഇൻ ബ്രാക്കറ്റ്. കുക്കിംഗ് ചാനൽ. അപ്പൊ കുക്കിംഗ് ചാനൽ. ആൻസി പറയുന്നു കുക്കിംഗ് ചാനൽ. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുമ്പോൾ അതിനകത്ത് സംശയം ഉണ്ടെന്ന് ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ നേരത്തെ ജസ്റ്റ് പറഞ്ഞില്ല 4 ആണ് 6 ആണ് എന്നൊക്കെ സംശയം ചോദിച്ചില്ല. അതുപോലെ ഉത്തരം പറയുന്നതിന് സംശയം എന്ന് ചോദിച്ചായിരുന്നു. ഓക്കെ. എന്താണ് കുക്കിംഗ് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? പ്രസന്റ് ചോദ്യം എന്തായാലും പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ING എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. യെസ്. അടുത്തത് he രണ്ടാമത്തെ ചോദ്യം ഈസ് റീഡ് റീഡ് എ ബുക്ക്. he is read a book. താഴെ 3 ആൻസർ എഴുതിക്കോ. റീഡബിൾ, READABLE, റീഡബിൾ. ബി reads, READS, reads. C reading, READING. റീഡിംഗ്. Okay, I will repeat. Okay, correct. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. I will repeat the question. Okay, ജസ്ന. Okay, നിസിയ, ഹരീഫ, കറക്റ്റ് ആണ്. ഞാൻ അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. He is read എന്നുള്ളത് ബ്രാക്കറ്റ്, റീഡ് ബ്രാക്കറ്റ്. He is read a book ആണ്, റീഡ് ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. I like work, WORK, work. Women, WOMEN, women. I like work, women. ഫുൾ സ്റ്റോപ്പ് ഇടുക. അടിയിൽ 3 ആൻസർ എഴുതിക്കൊള്ളുക. 3 ആൻസർ എഴുതിക്കൊള്ളുക. 1 വർക്കിംഗ്, WORKING, വർക്കിംഗ്. എ എന്ന് പറയുന്ന ആൻസർ ആണ് വർക്കിംഗ്. ബി വർക്ക്ഡ്, WORKED, വർക്ക്ഡ്, ORKED, വർക്ക്ഡ്. സി works, WORKS, works. ആൻസി, നിസിയ. ഓക്കെ ഓക്കെ, പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. എന്താണത്? വർക്കിംഗ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. അടുത്തത് have, HAVE, have cooked, COOKED, cooked. Food, FWOD, food. She washed, WASHED, washed. The plates, 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 PLATES. അതിന്റെ അടിയിൽ 3 ആൻസറിൽ എ has, B had, C having, HAVING. എന്നിട്ട് ആ ചോദ്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഹാവ് കുക്ക്ഡ് ഫുഡ് എന്നുള്ളതിൽ ആ ഹാവ് ബ്രാക്കറ്റ് ഇടാം. ഹാവ് ബ്രാക്കറ്റ് ഇടാം. അപ്പൊ ഹാവ് കുക്ക്ഡ് ഫുഡ്, ഷീ വാഷ് ദ പ്ലേറ്റ്. ചോദ്യം ഞാൻ ഓപ്പൺ ആയിട്ട് വിടുകയാണ്. ആർക്കും വേണമെങ്കിൽ ഉത്തരം പറയാം. ഓക്കെ ആൻസി, ഓക്കെ നസീമ, ഓക്കെ നസീല, വെരി ഗുഡ്. ഹാവിങ്. സംശയമുള്ളവർ ചോദിച്ചോളൂട്ടോ. യെസ്. ഇനി അതിന്റെ അകത്ത് ഒരു ചോദ്യം കൂടി. ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 5. I saw, SAW, I saw
A, fly, FLY, fly. Bird, BIRD, bird. And full stop. And the moon answer is equal to A, flying, FLYING, flying. B, flies, FLIES, flies. C, flew, FLEW, flew. Yes. Fly. Flying. Just correct. Sharani correct. Tarifa correct. Lisi correct. Nasima correct. Flying. Okay. അപ്പോൾ എങ്ങനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കിയേക്കാം. ഓക്കെ, ഇനി അടുത്ത റൗണ്ട് ലെറ്റർ എഴുതുക. അടുത്ത റൗണ്ട് ലെറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിട്ട് വരും? 4 അല്ലേ? അല്ലേ നസീമ? അടുത്ത റൗണ്ട് ലെറ്റർ 4 അല്ലേ? ഓക്കെ. ഒന്ന് എല്ലാവരും യാത്ര കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണത്തിലായിരിക്കും അല്ലേ? യാത്ര ക്ഷീണത്തിൽ സാറ് വന്ന് അകത്ത് കേറി, പിന്നെ സാറിന്റെ ലൈവ് ക്ലാസ് ചൂടോടെ കാണാൻ പറഞ്ഞിട്ടാണ് ഇരുന്ന് കാണുന്നത്. ക്ഷീണം മാറിയിട്ടില്ല. ചൂടോടെ കാണുന്നത് പിന്നീട് എപ്പോഴേക്കും തോന്നുന്നു അന്ന് ആ ക്ലാസ് ചൂടോടെ കണ്ടത് എത്രയോ നന്നായി എന്ന് പിന്നീട് തോന്നും. ഓക്കെ. യെസ്, എഴുതിക്കോട്ടെ. റോം ലെറ്റർ. അടുത്ത റോം ലെറ്റർ. യൂസ് past participle, PAST, past participle, PARTICIPLE, participle of the verbs, VERBs, verbs given in brackets, BRACKETS. ചോദ്യം ഒന്നുകൂടി വായിക്കുന്നു. യൂസ് the past participle of the verbs given in bracket. ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് പൂരിപ്പിക്കണം. ഓക്കെ, ആ 4ാമത്തെ റോമൻ ലെറ്ററിൽ കീഴിൽ വരുന്ന 1ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1. The use car, car is ready for, READY, ready for sail, sail. I will repeat. The used car is ready for sale. Full stop. അടിയില് 3 ആൻസർ എഴുതിക്കും. A, used, USED, used. B, using, USING, using. C, uses, USES, uses. Used. അപ്പൊ ശരണ്യ, ആൻസി, നസീല, നിസിയ കറക്റ്റ് ആണ്. അപ്പൊ ആ ചോദ്യത്തില് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. I will repeat the question. ഒന്നുകൂടി ഞാൻ പറയാം. The use car, ആ യൂസ് എന്നുള്ള ബ്രാക്കറ്റ്, യൂസ് എന്നുള്ളത് ബ്രാക്കറ്റ്. ആ വേർഡിന്റെ എന്ത് ഉപയോഗിക്കാനായിരുന്നു? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, യൂസ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമുക്കറിയാം, യൂസ്ഡ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് wash, WASH, wash. Clothes, CLOTHES, clothes are on the table, 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 are on the table. Okay, അത് കഴിഞ്ഞതിന് ശേഷം
ഓക്കെ ശരണ്യ, എന്നാലും എഴുതിക്കോ. നമ്മുടെ ആൻസർ എ, വാഷസ്. WASHES, വാഷസ്. ബി, washing. WASHING, washing. C, washed. WASHED, washed. I will repeat the question. Washed. Okay. Okay, Nasiya. Okay, Nasima. Okay, Ansi. അപ്പൊ ആ ചോദ്യം ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. വാഷ് ക്ലോത്ത്സ് എന്നുള്ളതിൽ ആ വാഷ് എന്നുള്ളത് ബ്രാക്കറ്റ് ഇട്ടുള്ളൂ. വാഷ് ഇൻ ബ്രാക്കറ്റ്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ കേക്ക്, CAKE, കേക്ക് was baked, BAKE, baked by സാർ ഒന്നുകൂടെ പറയുമോ? Okay. The cake, CAKE, cake was baked, BAKE, baked by BY, by Babu, B capital letter, BAB. Okay. അതിന്റെ അടിയിൽ മൂന്ന് ആൻസർ എഴുതിക്കൊള്ളുക. ഒന്നാമത്തെ ആൻസർ baked, BAKED, baked. സർ ബേക്ക്ഡ് അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ആൻസർ. ഓക്കെ ശരണ്യ. ഓക്കെ നസീമ. അടുത്തത് ബേക്കിംഗ്, BAKING, ബി എന്നുള്ളത് ബേക്കിംഗ്. സി എന്നുള്ളത് ബേക്സ്, BAKES, ബേക്സ്. ഓക്കെ. അപ്പോ ചോദ്യത്തില് ഒരു കാര്യം ശ്രദ്ധിച്ച്, ആ ബേക്ക് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കണം കേട്ടോ. ചോദ്യത്തില് ബേക്ക് എന്ന് പറയുന്നത് ബ്രാക്കറ്റിലിടാം. ഓക്കെ. അപ്പൊ ആൻസർ നസീബ പറഞ്ഞു, വേറൊരാളും കൂടി പറഞ്ഞു. എന്താണ്? ബേക്ക്ഡ് ആണ്, BAKED, ബേക്ക്ഡ്. ടിക്ക് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ. I don't know, DON apostrophe T. I don't know, KNOW, know. I don't know. Speak, SPEAK, speak English, E capital letter, ENGLISH. I will. അതിന്റെ ഇടയിൽ മൂന്ന് ആൻസർ എഴുതിക്കൊള്ളുക. A, spoken, SPOKEN, spoken. B, spoke, SPOKE, spoke. അടുത്തത് സ്പീക്കിംഗ്, SPEAKING, സ്പീക്കിംഗ്. ആൻസി, നസീല. ഓക്കെ, രണ്ടുപേരും പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. എന്താണ് ഇവിടെ വരുന്നത്? സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ആദ്യം തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആ സ്പീക്ക് എന്നുള്ളത് ബ്രാക്കറ്റ്, സ്പീക്ക്. ഐ ഡോണ്ട് നോ, സ്പീക്ക് ബ്രാക്കറ്റില് ഇംഗ്ലീഷ്. അപ്പൊ ആ സ്പീക്ക് എന്ന് മാറ്റിയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? സ്പോക്കൺ. ഓക്കെ. അടുത്തത് റോമൻ ലെറ്റർ 5. ഓക്കെ. ചോദ്യം ഇതാണ്. Fill in the blanks using articles, ARTICLES, articles. Fill in the blanks using articles. അപ്പൊ ഖരീഫ ഏതൊക്കെ വരും ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ? ആൻസി പറയൂ. വെരി ഗുഡ്. നമ്മുടെ ആൽഫ പോയ. യെസ്, A and D എന്നുള്ളതാണ് ആർട്ടിക്കിൾ വരുന്നത്. ഓക്കെ. ഞാനത് അറിയാൻ വേണ്ടി ചോദിച്ചത് മാത്രമേ ഉള്ളൂ.
നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ ആൻസർ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോ അഞ്ചാമത്തെ ചോദ്യത്തില്, അഞ്ചാമത്തെ റോമൻ ലെറ്ററിലോ കീഴിലോ വരുന്ന ചോദ്യത്തില് ഒന്നാമത്തെ ചോദ്യം എനിക്ക് ഡാഷ് സൺ SUN സൺ സൂര്യൻ rises 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 in the east, E capital letter EAST east. The sun rises. Okay, എന്റെ ഇടയില് നാലാം ശ്രദ്ധിക്കോ. A the THE B A C and ഓക്കെ. അപ്പൊ നസീം ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. അവിടെ എന്താ വരിക? ഏത് ആർട്ടിക്കിളാ വരിക? ദി. ഓക്കെ, ദി സൺ. നമുക്കറിയാം പ്രപഞ്ചത്തില് ഒരെണ്ണമുള്ള വസ്തുക്കളുടെ മുന്നിൽ ദി വരും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ ഇത് വെച്ചിട്ടാണ് ഓക്കെ 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 യൂണിവേഴ്സൽ ട്രൂത്ത്. ഓക്കെ, വെരി ഗുഡ്. നല്ല വാക്കുകളൊക്കെ ആൻസി കൊണ്ടുവരുന്നത്. ഓക്കെ 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 യൂണിവേഴ്സൽ ട്രൂത്ത്, സനാതനമായ ചില സത്യങ്ങൾ. യെസ്. അടുത്ത് ദിസ് ഈസ് dash boy who got first rank. എന്റെ ഇടയിൽ മൂന്ന് ആൻസർ എഴുതിക്കൊള്ളുക. എ ആൻ, എ എന്നുള്ളതിന് ആൻ. ബി എന്നുള്ളതിന് എ. സി എന്നുള്ളതിന് ദി. ഓക്കെ, The ആൻസി പറയുന്നു ദി. മറിച്ച് അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? This is the boy. ഓക്കെ, നസീം ഒന്ന് പറഞ്ഞു നോക്കി ഏതാണ് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിയുമ്പോ തെറ്റാണെങ്കിൽ കല്ല് കടിക്കുന്ന പോലെ ഫീൽ ചെയ്യും അല്ലേ നസീമ? യെസ്. അപ്പൊ ഏതാണ്? യെസ്. ഓക്കെ, അപ്പൊ ദി തന്നെയാണ്, ഉറപ്പിച്ചു അല്ലേ? ഓക്കെ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. നോക്കിയേ, അപ്പൊ ദി ടിക്ക് ചെയ്തോളൂ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I read dash Bible, B capital BIBLE Bible every day. എന്നിട്ട് ABC എന്നുള്ളത് നേരത്തെ ABC പറഞ്ഞേക്കുന്ന സംഗതിയില്ലേ, DAN അതിനായിരിക്കും. ആർട്ടിക്കിൾ അത് മൂന്നേ വരുള്ളൂ. ABC ആയിട്ട് ആ മൂന്ന് ഉത്തരം എഴുതിക്കോ. ദി ആൻഡ് എ. The Bible. അപ്പൊ ആൻസി പറയുന്നു, നസീമ പറയുന്നു ദി ബൈബിൾ എന്ന് പറയുന്നു. ഇനി മൂന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതിന്റെ അകത്ത് ആൻസി പറഞ്ഞപ്പോ അതിനകത്ത് മാറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ദി ബൈബിൾ ഈസ് എ കറക്റ്റ് ആൻസർ. അപ്പൊ ദി രാമായണ വരാം, ദി ഖുറാൻ വരാം, അങ്ങനെ എന്ത് വേണമെങ്കിലൊക്കെ വരാട്ടോ. ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെയുള്ള നോട്ടബിൾ ആയിട്ടുള്ള ബുക്കുകൾക്ക് ദി കൂട്ടിയേ വരുള്ളൂ. ഓക്കെ, അടുത്ത് അനിൽ is dash only boy in the class. Anil is dash only boy in the class. Full stop. ABC ആയിട്ട് എയും ആനും ദിയും എഴുതിക്കും.
ABC ആയിട്ട് എയും ആനും ദിയും എഴുതിക്കും. യെസ്, ആൻസി ദി എന്ന് പറയുന്നു. ഇനി വേറെ ആർക്കെങ്കിലും മറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടെ. യെസ്, അപ്പോ ആൻസി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാറില്ല. അതുകൊണ്ട് ആൻസിയുടെ പക്ഷെ നമുക്ക് നിൽക്കാം. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ, ദി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് ആൻസിയുടെ ദിവസമാണ്. ഓക്കെ, അനിൽ ഈസ് ദ ഓൺലി ബോയ് ഇൻ ദ ക്ലാസ്. അനിലാണ് ആ ക്ലാസ്സിലെ ഏക ആൺകുട്ടി. യെസ്. ചോദ്യം 5. ഡാഷ് എലിഫന്റ്, ELEPHANT, elephant is the largest, LARGEST, largest land animal, LAND, land animal. Dash elephant is the largest land animal. Okay, bracketed ABC, the A and D, A and D. ആൻസി പറയുന്നു ദി. ഓക്കെ, നസീറ പറയുന്നു ദി. ആനല്ല, ദി ആണ്. നമ്മൾ അതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പേരിന്റെ മുന്നില്, ഡൊമസ്റ്റിക് അല്ല, ഒരു ജീവിയുടെ മുന്നില് ദി ചേർത്ത് കഴിഞ്ഞാല് അത് ആ വർഗത്തെ മുഴുവൻ സൂചിപ്പിക്കുമെന്നും പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പഴയതൊന്നും എടുത്തൊന്ന് മറിച്ച് നോക്കി അവിടെ എവിടെ ഒരു സ്ഥലത്ത് സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കംപ്ലീറ്റ് വർഗത്തെ, ഇപ്പൊ ആന എന്ന് പറയുന്ന ഹോൾ ഫാമിലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ദ എലിഫന്റ് ഈസ് ദ ലാർജസ്റ്റ് എലിഫന്റ്. ഓക്കെ, ഇതാണ് കറക്റ്റ്. അങ്ങനെ സംശയം വരേണ്ടതൊക്കെ നോക്കിക്കോളണം. ഓക്കെ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, മറ്റവരത് ഓർത്തത് കൊണ്ടാണ് അവരത് എലിഫന്റ് എന്ന് പറയുന്ന ഒരു ആനയല്ല, എലിഫന്റ് എന്ന് പറയുന്ന ആ ആന വർഗം കംപ്ലീറ്റ് എന്താണ്, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. യെസ്. അപ്പോ ഇത്രയും നമ്മളിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1-2 ക്ലാസ്സിൽ കൂടി നമ്മൾ ഇതേപോലെയൊക്കെ തന്നെ ചോദ്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. അപ്പോ ഞാൻ അങ്ങനെ പറയാറില്ല, ക്ലാസ്സിലൊക്കെ ഉണ്ടാവാറുണ്ട്, എന്തായാലും പറയാണ്. ഇനിയുള്ള 2 ക്ലാസ്സുകളും കൂടി നമ്മൾ സജീവമായിട്ട് ഉണ്ടാവുക. അപ്പോ ഇന്ന് നിങ്ങൾ വന്നു, നിങ്ങളെ കാണാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. അതൊരു രാവിലെയുടെ ക്ലാസ് ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഉച്ച കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞതിന് ശേഷം അതനുസരിച്ച് അടുത്ത പരിപാടി പ്ലാൻ ചെയ്തു. അപ്പോ ഒരു അല്ല, അപ്പൊ അടുത്ത ക്ലാസ് വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് വരാൻ പറ്റാണ്ട് വന്നത്. ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നമുക്ക് വീണ്ടും കാണാം. ഉച്ചക്ക് ശേഷം വരുമെന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് വീണ്ടും സാറ് ക്ലാസ് എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. സാറിനെ മാത്രം കണ്ടില്ല. എന്തായാലും നിരാശയോടെ ഞങ്ങൾ മടങ്ങി സാറിനെ കാണാം. വളരെ നാടകീയമായിട്ടാണ് നസീമന്റെ അവതരിപ്പിക്കുന്നത്. ശരിക്കും അതെ, ഞങ്ങള് വെയിറ്റ് ചെയ്തു സാറ് വരുമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, കാരണം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, 1 വർഷം വരെ ഈ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ശരിക്കും കാണുമ്പോൾ സന്തോഷം. എല്ലാവരെയും ആദ്യമായിട്ട് കാണുന്നതല്ലേ? അതെ അതെ, എല്ലാവരും ആദ്യമായിട്ട് കാണും. ശരിക്കും ഞങ്ങൾക്ക് എല്ലാവരും വോയിസും കേൾക്കാം, വോയിസ് അറിയാം, പേരും അറിയാം, ആൾക്കാർ തിരിച്ചറിയില്ല കണ്ടപ്പോൾ. ആളുകൾ അറിയാൻ പറ്റില്ലേ, ഇതിലൂടെ കാണണല്ലേ? പക്ഷെ എല്ലാവരും കാണാറില്ലല്ലോ സാറ്, ആരെങ്കിലൊക്കെ അല്ലേ വീഡിയോ ഒക്കെ ഓൺ ചെയ്യുള്ളൂ എപ്പോഴെങ്കിലൊക്കെ, അല്ലാണ്ട് ഞങ്ങള് കാണാറില്ലല്ലോ. ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ കാണാലോ. അധ്യാപകര് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങള് പഠിക്കുന്ന സ്റ്റുഡൻസിനെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങള് അത്രയും 24 പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നേരിട്ട് കണ്ടപ്പോ ഒരു സന്തോഷം, ടീച്ചേഴ്സിനെ കണ്ടപ്പോ ഒരു സന്തോഷം. അപ്പൊ അതില് സാറ് മാത്രം മിസ്സായി. ഇനി എന്തായാലും ഞങ്ങളുടെ ഒരു കോൺവൊക്കേഷൻ സെറിമണി ഉണ്ടാവുമ്പോ
അപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ, അത് പേടിക്കണ്ട പേടിക്കണ്ട, അത് ഇങ്ങനെ പറ്റിയതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിഷ ടീച്ചറെ ഞാൻ 1 മണിക്ക് വിളിച്ചു, നിഷ ടീച്ചറെ വിളിച്ചു. അപ്പൊ പറഞ്ഞു അവർ ഊണ് കഴിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിരിയും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ നിങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ അടുത്ത പരിപാടി ക്ലാസ് ഏറ്റെടുത്തു. അതാണ് പറ്റിയത്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നിങ്ങൾ എല്ലാവരുമായിട്ടും മനസ്സിലുണ്ടോ അല്ലെ? പേടിക്കണ്ട. വളരെ നല്ല എന്താ പറയാ പക്വതയുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ എല്ലാവരും ഉണ്ട്. അപ്പൊ അടുത്ത 2 ക്ലാസ്സും കൂടി നിങ്ങളൊന്ന് സജീവമായിട്ടുണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാത്തവരോടും കൂടി പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾ ഗുണം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട്. അപ്പൊ ഇനി ഞാൻ വരുമ്പോൾ പറയണം നിങ്ങൾ എന്നോട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് സാറ് നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ആർട്ടിക്കിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് 5 എണ്ണം വരെ നമ്മൾ ചെയ്തു എന്ന് പറയണം കേട്ടോ. അപ്പൊ എവിടം വരെ എടുത്തു നിർത്തുന്ന അറിയാൻ വേണ്ടിയിട്ട് അത് മറക്കരുത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സില് യൂസിങ് ആർട്ടിക്കിൾസില് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ആർട്ടിക്കിൾസിൽ 5 എണ്ണം വരെ നമ്മൾ ചെയ്തു ഇത് പറയണം. ബാക്കി നമുക്ക് ബാക്കി അഡ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ തന്നെ ഗുഡ് നൈറ്റ്. ഇപ്പൊ തന്നെ 7, 8, 9, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 ചോദ്യങ്ങൾ നമ്മളിപ്പോ കൂടെ പോയിട്ടുണ്ട്. 24 ചോദ്യങ്ങളോട് കൂടെ നമ്മൾ പോയിട്ടുണ്ട്. യെസ്, അപ്പൊ പഠിക്കുന്നതെല്ലാം പഠിക്കുക, ഈ പറയുന്നതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. വരിക ക്വസ്റ്റ്യൻസില് ഇതേ മോഡലായിരിക്കും. ഇതേ മോഡലായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, കേട്ട ശേഷം സരണ്യ ചോദിച്ചത് ഇതിനകത്ത് ഏതാണ് വന്നതെന്ന്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഞങ്ങള് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ ആ വിഷയം പഠിപ്പിക്കാനായിട്ട് ആ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, ഇദ്ദേഹം തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ പേപ്പർ നോക്കുന്നത്. കാരണം ആ വിഷയം പഠിപ്പിക്കുന്നത് അദ്ദേഹമാണ്. അപ്പൊ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ നസീം ചോദിച്ച ചോദ്യം വന്ന ആ പ്രൊഫസറോട് ചോദിച്ചിട്ടുണ്ട്, സാറേ നമ്മുടെ ചോദ്യം ഏതാണെന്ന് നേരത്തെ പറയാമോ? പെട്ടെന്ന് നസീമ പറഞ്ഞു കഴിഞ്ഞപ്പോ അതാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് ചോദിച്ചേ. സാറല്ലേ ക്വസ്റ്റ്യൻ ഇടുന്നതും ഞങ്ങളല്ലേ എഴുതുന്നതും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു വാക്ക് തന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇംഗ്ലീഷ് പരീക്ഷയൊക്കെ നിങ്ങൾ ആരും നോക്കി? അത് ശരി, ഓക്കെ. അത് ഞാനൊരു വാക്ക് എപ്പോഴോ പറഞ്ഞിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ട്? കേട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ തോൽക്കില്ല, എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. കാരണം ഇപ്പോ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പലതും സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നു, എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ്. ഓക്കെ, ഏതെങ്കിലും ടീച്ചർ ഇല്ല എങ്കിൽ ഞാൻ വരും കേട്ടോ. അപ്പൊ നമുക്കത് മെസ്സേജ് ഇട്ടേക്കാം. അപ്പൊ ഒരു 3 ക്ലാസ്സോട് കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ ഓക്കെ സർ, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ, സീ യു. താങ്ക് യു സർ. Thank you, sir. Good night. Good night. ഓക്കെ, ഗുഡ് നൈറ്റ്, വെരി